ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. നിവേദയുടെ ഏർലി മോർണിംഗ് എണീറ്റു വെന്റ് ജോഗിങ്. ദേ ഇപ്പൊ അപ്പുറത്തെ സാറിന്റെ കൂടെ എക്സർസൈസ് ചെയ്യുന്നു. ഇന്നത് മതി. നാളെ വരണം കേട്ടോ. അപ്പൊ നാളെ രാവിലെ കാണാം. ബൈ. ഓക്കെ ബൈ. ഇത് ഞാൻ പറഞ്ഞതായിട്ട് നിവേദ അറിയണ്ട. ഇതൊക്കെ സർവ്വസാധാരണയാ. ഇഞ്ഞെന്നേ നിവേദേ, എന്താ ചേച്ചി നീ എവിടെ ആയിരുന്നു? അപ്പുറത്തെ വീട്ടിൽ എക്സസൈസിന് പോയിരുന്നോ? നിനക്ക് ഇവിടെ സ്ഥലമില്ലായിരുന്നോ എക്സസൈസ് ചെയ്യാൻ? എന്റെ ചേച്ചി, അയാൾ ഒരു ഫിസിക്കൽ ട്രെയിനിയാ. എക്സസൈസിന് ഒരാൾ കൂട്ടില്ലെങ്കിൽ ഒരു രസമില്ല. വേണ്ട, അയാളുടെ കൂട്ട് നിനക്ക് വേണ്ട. മേലിൽ നീ അവിടെ പോകരുത്, അയാളുടെ മിണ്ടരുത്. മാഡം, എന്താ വിജയ്? ഞാനും ഓഫീസിൽ വരട്ടെ? ഇവിടെ ഇരുന്ന് ബോറടിച്ചു. അയ്യോ അരുത്, ഒരാഴ്ച റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഫുൾ ബെഡ് റെസ്റ്റ്. ഇവിടെ ആരും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? തന്നോടല്ലേ പറഞ്ഞു എനിക്ക് മാഡത്തിനെ കണ്ടേ പറ്റൂ. ഞാനിപ്പോ പോ. എനിക്ക് ഇപ്പൊ കാണണം. അത്യാവശ്യമായിട്ട് കാണണമെങ്കിൽ ഓഫീസിൽ പോയി കാണാൻ പറഞ്ഞില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം. ഒരു പ്രാവശ്യം ഞാൻ പറയുള്ളൂ, എനിക്ക് ദേഷ്യം വന്ന എന്റെ സ്വഭാവം മാറും. ഇത് വലിയ അവലോസ് അയാളെ പറഞ്ഞേച്ചേക്ക്. തന്നോടല്ലേ തെറ്റാണെന്ന് പറയുന്നത്. തോന്നുന്നു. താനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിലേ ഓഫീസിൽ പോയി കാണ്, അല്ലാതെ ഒരുമാതിരി അവലോസ് പൊടിയിലെ. ഹലോ, ഞാൻ വട്ടപ്പാറ മാണി ചാക്കോ വന്നേക്കുവാ. 2 ലാർജ് വീശിയത് കാരണം ചാക്കോ ലേശം ഫിറ്റാ. 2 വർത്തമാനം പറയാൻ വേണ്ടിയാ ചാക്കോ അടിച്ചത്. മനസ്സിലായില്ലേ? എന്താ നിങ്ങക്ക് വേണ്ടത്? നീ ആരുടെ പയ്യൻസ്? എനിക്ക് സംസാരിക്കേണ്ടത് ആരെന്നോടാ. ഇപ്പൊ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ എങ്ങനെ? എന്റെ കാശിന്റെ കാര്യം ഞാൻ സംസാരിക്കണം അല്ലേ? ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്നാത്തിനാ? മാഡം, ഏയ് പുറത്തു പോ. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യും? നീ അല്ലേ പറഞ്ഞത്? ഈ ഡെവിളിന് 2 കിട്ടണേ. വിജയ്, നീ ഇങ്ങോട്ട് വാ. എടാ, നീ എന്നെ തല്ലിയല്ലേ? ഇന്നീ ചാക്കോ വിചാരിച്ച നിന്നെ പൊക്കാൻ എനിക്കൊരു ബോൾ മതി. വസുന്ധര മേഡം, ഈ ആളെ വെച്ചെന്നെ അടിപ്പിച്ചു അല്ലേ? എത്ര ലക്ഷം രൂപയുടെ ബിസിനസ്സാ ഞാൻ നിനക്ക് തന്നത്? ഒക്കെ നീ മറന്നു. തൊലി വെളുത്ത ഒരു പീക്കിരി ചെക്കനെ കിട്ടിയപ്പോഴേക്കും നീ എല്ലാം മറന്നു. ശരിപ്പെടുത്തി കളയും ഞാൻ. എല്ലാത്തിനെയും ശരിപ്പെടുത്തി കളയും. എന്റെ കുരിശുമല മുത്തപ്പനാണ്. ഞാൻ നിന്നോട് ഇതിന് പകരം ചോദിച്ചിരിക്കും. എന്തിനാ വിജയ്? സോറി മാഡം. ആരാ എന്തുകൊണ്ടോ? മാസ്റ്റർ ഉണ്ടോ? ഞാനല്ലേ മാസ്റ്റർ. അയ്യോ, എന്റെ ദൈവമേ. അയ്യോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Where's Mahi? പുറത്തു പോയിരിക്കുക. ഇപ്പൊ വരും. വേറൊരു ഗുൾഫി മാസ്റ്റർ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അല്ല, എന്റെ ഫോട്ടോ എന്തിയെ? അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇപ്പൊ തന്നെ നിനക്ക് തരാം. പക്ഷേ നീ എനിക്കൊരു ഫേവർ ചെയ്യണം. എന്താ? ഞാനിപ്പോ ഈ വീടിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ പോവാ. മഹി വന്നാലേ ഞാനിവിടെ ഉള്ള കാര്യം പറയരുത്. ഫോട്ടോ തന്നാ പറയത്തില്ല. ഉം. ശരി ഗോപ്സേ, ഞാൻ അകത്തേക്ക് പോട്ടെ. ആഹാ, ഞാൻ ഇത്രയ്ക്ക് സുന്ദരനാണ്. ഗോപി, എന്നെ അന്വേഷിച്ച് ഗ്രീഷ്മ വന്നോ? ഇല്ല. സുധിയോ? ആ കുൽപ്പിനകത്തുണ്ട്. ആ. സുധേ, എന്റെ സ്വപ്നങ്ങളിൽ നീ മാത്രമാണ്. സൈഗാളിന്റെ സംഗീതവും അല്പം ലഹരിയും നീയും ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എനിക്ക്. ഹലോ. ഏയ് പൊന്നെ, നീ എവിടുന്ന? വീടിന് അടുത്തൊന്നുമല്ലോ. ഏയ് അല്ല. മഹി ഇപ്പൊ എന്തെടുക്കുക? ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുകയായിരുന്നു. സൈഗാളിന്റെ സംഗീതവും അല്പം ലഹരിയും നീയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാലോചിക്കായിരുന്നു. അതെയോ? ശരി, നീ നിന്റെ ബെഡ്റൂമിന്റെ വാതിൽക്കലേക്കൊന്ന് നോക്കിക്കേ. നീ ഇവിടെ? ഫൈഗാളിന്റെ സംഗീതവും അവന്റെ ഒരു ലഹരിയും. യു ചീറ്റ്, ഇഡിയറ്റ്. ഇനി മേലിൽ നീ എന്നെ കാണരുത്. ഐ ഹേറ്റ് യു. ചേട്ടാ, സൈഗാളിന്റെ സംഗീതവും ഞാനും ഉണ്ടെങ്കിലെന്ന്. ഓടി. My God, this is too much. മാഡം, I saw with my 2 eyes. കോട്ടനും ഫയറും തീ പിടിക്കാൻ ഒരു സെക്കൻഡ് മതി. ഇപ്പൊ സ്പാർക്കാകുന്ന ഏജ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യില്ല. ഇപ്പൊ വേണ്ടത് ചെയ്തില്ലെങ്കിൽ എല്ലാം അവലോസ് പൊടിയാവും. അങ്ങനെയാണ് കടലുണ്ടിൽ തീവണ്ടി മറിഞ്ഞത്. ചേച്ചി ഇവിടെ നിൽക്കുക. നിവേദ, നീ ഒരു വളർന്ന കുട്ടിയാ. എന്താ ചേച്ചി കാര്യം? നീ നിന്നെ തന്നെ മനസ്സിലാക്കണം. ചേച്ചി കാര്യം എന്താന്ന് വെച്ചാ പറയേ. വിജയോട് നീ കാണിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാ പറഞ്ഞത്. ഓ അതാണോ? ഹീസ് നൈസ് ആൻഡ് ഐ ലൈക്ക് ടു ടോക്ക് വിത്ത് ഹിം. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇനി അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഐ കാണ്ട്. എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. നിവേദ, യു നെവർ ഡു ഇറ്റ് അഗൈൻ. നോ, ഐ വിൽ ഡു ആൻഡ് യു കാന്റ് സ്റ്റോപ്പ് മീ.
നോക്ക്. താങ്ക്സ്. എന്തിനാ ഇതിപ്പോ? എനിക്കിഷ്ടം ഉണ്ടായിട്ട്. എത്ര ഇഷ്ടം? അതിപ്പോ പറയാൻ പറ്റുമോ? നിറയെ ഇഷ്ടം. എന്റെ കുട്ടിയുടെ മനസ്സിൽ പുതിയ കവിത ഉണ്ടാകുമ്പോ ഇതിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. എന്നിട്ട് എന്നെ കേൾപ്പിക്കണം. മേഡത്തിന് എന്റെ കവിത ഇഷ്ടാണോ? ഒരുപാട് ഒരുപാട് ഇഷ്ടം. സത്യം? സത്യം. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഉം. മേഡത്തിന് എന്റെ കവിത പോലെ തന്നെ നിറങ്ങളും പൂക്കളും ഒക്കെ ഇഷ്ടല്ലേ? മേഡം നിറമുള്ള ഡ്രസ് അണിയുന്നതും പാട്ട് കേൾക്കുന്നതും ഹസ്ബൻഡിന്റെ ചിത്രത്തിൽ മുഖമമർത്തി കരയുന്നതൊക്കെ ഞാൻ മേഡം അറിയാതെ കണ്ടിട്ടുണ്ട്. വിജയ്, സത്യമാണ്, ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസമേ ഞാനും അനന്തേട്ടനും ഒരുമിച്ചിരുന്നിട്ടുള്ളൂ. പക്ഷേ 1000 ജന്മങ്ങൾ കൊണ്ട് തരേണ്ട സ്നേഹം എനിക്ക് തന്നിട്ടാ അനന്തേട്ടൻ പോയത്. ഞാൻ എപ്പോഴും നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് കലവില കൂട്ടി കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അനന്തേട്ടന്റെ ആത്മാവിനെ കാണാൻ പറ്റുമെങ്കിൽ, സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിച്ചോട്ടെ. അതിനു വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുതരം വട്ട്, അല്ലാതെ എന്ത് പറയാൻ. മേഡം, ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. വിജയ്, ഞാൻ പോട്ടെ. ഞാനിത് വാങ്ങിത്തന്നത് നിവേദ അറിയണ്ട. വിജയ് പോയി കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആന്റണി, ആർക്കാ ചായ? ആ അവലോസ് പൊടിക്ക്. ഏ, ആ അമൂൽ ബേബിക്ക്. ഇങ്ങിതാ, ഞാൻ കൊടുത്തോളാം. ആ, അവളുടെ ഒരു അവലോസ് പൊടി. ഐ എം സോറി. ദേഹം മുഴുവൻ ചായ ആക്കിയിട്ട് സോറി പറഞ്ഞാൽ മതിയോ? ഐ എം റിയലി സോറി. എന്താ റിയലി സോറി? മനുഷ്യനെ പറഞ്ഞു. എന്തു പറ്റി മേഡം? ഒന്ന് സ്ലിപ്പായതാ. ഞാൻ ബാമുണ്ടോ നോക്കട്ടെ. വേദനിക്കുന്നുണ്ടോ? ഇപ്പൊ കുറവുണ്ടോ? ഇല്ല. പതുക്കെ. ആ. അയ്യോ. വേദനിക്കുന്നു. വേണ്ട.